Praise the Lord, 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 praise the Lord. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചായി നല്ല സമയത്തെ ഓർത്തിരുന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവെ ദേശമെമ്പാടും ഇരുന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ കേരളത്തിലും ഇന്ത്യക്ക് വെളിയിലുമായിരുന്ന് ഈ പ്രാർത്ഥനയെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തികളെയും നിന്റെ കരങ്ങളിൽ കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരവരായിരിക്കുന്ന സ്ഥാനത്തിലെ ഭവനത്തിലെ ശരീരത്തിലെ അവരുടെ എല്ലാ വിഷയങ്ങളുടെ മുന്നേ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുന്നേ കർത്താവിൻ്റെ അത്ഭുത കരം ചലിക്കണം, അത്ഭുതം നടക്കണം, വിടുതലുണ്ടാകണം, രക്ഷയുണ്ടാകണം, സൗഖ്യമുണ്ടാകണം, സമാധാനം ഉണ്ടാകണം. കർത്താവിൻ്റെ മഹത്വമേറിയ കരത്തിൻ്റെ വീര്യ പ്രവർത്തികൾ നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കണം, അവരത് രുചിക്കണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തടസ്സങ്ങൾ മാറട്ടെ, ബലഹീനങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, കണ്ണുനീര് മാറട്ടെ. ഒരു വിധത്തിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു അനർത്ഥമോ വേദനയോ കണ്ണുനീരോ ഉണ്ടാകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത്. ആരെങ്കിലും ഇപ്പോൾ കർത്താവ് രോഗക്കിടക്കയിൽ കിടന്ന് മരണവേദനപ്പെടുന്നുണ്ട്, വേദനപ്പെടുന്ന ആരുടെയും സഹായമില്ലാതെ, ആരുടെയും കർത്താവ് ഒരു ആശ്വാസമില്ലാതെ, ആരെല്ലാം തനിച്ച് നിന്ന് ഒറ്റപ്പെട്ട് നിന്ന് നുറുങ്ങി കളങ്ങി കർത്താവെ കണ്ണുനീര് വിടുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ പ്രാർത്ഥന ആശ്വാസമായി പോയി ചേരട്ടെ. അവരെ എഴുന്നേൽപ്പിക്കുന്ന, അവരെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥന ഇത് മാറട്ടെ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവ് ഇത് ചെയ്യുന്നതിനായി സ്തോത്രം. അടിയാനെയും ബലപ്പെടുത്തും. ദൈവകൃപയിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥന നടത്താനുള്ള ശക്തിയും ബലം ഇത്രത്തോളം തന്നല്ലോ. ഇങ്ങനൊരു പുതിയ ദിവസം കൂടെ കാണുവാൻ, ഇങ്ങനൊരു നാളും കൂടെ ഞങ്ങൾക്ക് ലഭിച്ചല്ലോ, ഒരു നല്ല സന്ദർഭം ഞങ്ങൾക്ക് തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ കരം അത്ഭുതങ്ങൾ ചെയ്താട്ട്, അതിശയങ്ങൾ ചെയ്താട്ട് കർത്താവേ നിന്റെ മഹത്വം വെളിപ്പെടണം, നിന്റെ ശക്തി വെളിപ്പെടണം, നിന്റെ അത്ഭുതം നടക്കണം, നിന്റെ വിടുതൽ ഉണ്ടാകണം. ഒരു വിധത്തിലും ശത്രു ജയമെടുക്കുവാൻ, നശിപ്പിക്കുവാൻ, തകർക്കുവാൻ ദൈവം സമ്മതിക്കരുത് എന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ കേൾപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പുനഃനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോടുകൂടെ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്ന MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി, ദൈവത്തിന് സ്തോത്രത്തോളം ദൈവം നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ആ ദൈവം നമുക്ക് മതിയായവനും നല്ലവനും എല്ലാവറ്റിനും നമുക്ക് മതിയായ ദൈവമായി ഇരിക്കുന്നതുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ചത് 1164 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തിക്കൊണ്ട് വന്നു. ഈ ദിവസം കൂടെ കാണുവാൻ ദൈവം നമുക്കൊരു ഭാഗ്യം തന്നു. അനേകർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യമാണിത് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അതിനായി ദൈവത്തെ സ്തുതിക്കാം. അടിയാനും ഇന്നേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ശക്തിയും ബലനും കർത്താവ് തന്നിരിക്കുന്നു. ഇത്രത്തോളം ദൈവം ബലപ്പെടുത്തലായി ദൈവത്തിനെ സ്തുതിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദാനിയേലിന്റെ പുസ്തകമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഈ ദാനിയേലിന്റെ പുസ്തകത്തിൽ ഒത്തിരി നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാനുണ്ട്. നിങ്ങളത് ചിന്തിക്കണം, മനസ്സിലാക്കണം, അത് പ്രകാരം ജീവിക്കാൻ നമ്മളെ അങ്ങോട്ട് വിട്ടുകൊടുക്കണം. അപ്പോഴാണ് കർത്താവിന്റെ വലിയ മഹത്വം നമുക്കവിടെ വെളിപ്പെടും. 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് സ്തോത്രം. അതിന് അവർ രാജസന്നിധിയിൽ രാജാവേ, യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയെ ആകട്ടെ തിരുമനസ്സുകൊണ്ട് എഴുതിച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു എന്ന് ഉണർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. വേറെ ഒരു കുറ്റവും ദാനിയേലിന്റെ ജീവിതത്തിൽ ഇവർ കണ്ടുപിടിക്കാൻ അവർക്ക് അറിയത്തില്ല. അതിന് സാധ്യതയില്ല, കുറ്റമില്ല. ഈ ഒരൊറ്റ കുറ്റമേ ഉള്ളൂ. അതാണ് ഈ പ്രോഗ്രാം കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാനൊന്ന് പറയട്ടെ, ഇവന്മാരെല്ലാം പഠിച്ചവന്മാരാണ്. ഈ രാജാവിനോട് കൂടി നല്ല ഒരു ഉന്നത സ്ഥാനത്തിൽ ഇരിക്കുന്നവരാണ്, വിദ്യാഭ്യാസമുള്ളവരാ, ബുദ്ധിയുള്ളവരാ. പക്ഷേ അവന്മാർക്ക് പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ജീവനുള്ള ദൈവം ആരാന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനുള്ള ശക്തിയില്ല. ഈ ദാനിയേൽ ആരെയാ വിളിക്കുന്നത്? ദാനിയേൽ വിളിക്കുന്ന ദൈവം ആരാണ്? ഈ ദൈവം ഇത്രത്തോളം ദാനിയേലെ കൊണ്ട് നിർത്തിയത് ഇവന്മാർ കാണുന്നുണ്ട്. എല്ലാരെ കാട്ടിലും ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് ദാനിയേൽ വന്നത് ഇവിടെ കാണുന്നുണ്ട്. ദാനിയേൽ ഒരു ഉയർത്തി വെച്ചത് അവന്മാർ കാണുന്നുണ്ട്. ഇത്രയെല്ലാം കണ്ടും അറിഞ്ഞും ഇവന്മാരാല് ദാനിയേലോട് പ്രാർത്ഥിക്കുന്ന ദൈവം ആരെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതെ പോയി. ഇന്ന് അനേകർക്ക് ഇതാണ്. ദൈവദാസന്മാർ, അനേക ദൈവ കുഞ്ഞുങ്ങൾ, ഞങ്ങൾ വിളിക്കുന്ന ദൈവം ആരാണ്, ആ ദൈവത്തിന്റെ മഹത്വം എന്തോ, അവന്റെ ശക്തി എന്തോ, അവൻ എങ്ങനെയുള്ളവനാണ്, പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമോ, വിടുതൽ ലഭിക്കുമോ, സൗഖ്യം ലഭിക്കുമോ എന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കി തങ്ങൾക്കത് സ്വന്തമാക്കാനുള്ള പ്രാപ്തിയില്ലാതെ നിറയെ ദൈവ കുഞ്ഞുങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവസഭകൾ നശിക്കുന്നു, ദൈവ കുഞ്ഞുങ്ങളുടെ ഭവനങ്ങൾ നശിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്, കൃപ പ്രാപിച്ചവരാണ്, പ്രവചിക്കുന്നവരാണ്, അന്യഭാഷ പറയുന്നവരാണ്. പക്ഷെ എന്ത് പ്രയോജനം? ഒരു ചെറിയൊരു ആപത്ത് വരുമ്പോൾ, ചെറിയൊരു രോഗം വരുമ്പോൾ, ചെറിയൊരു വിഷയം വരുമ്പോൾ അലറിക്കൊണ്ടല്ലേ ഓടുന്നത്. അപ്പൊ എന്തുകൊണ്ട് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കാൻ പറ്റുന്നില്ല? അവിടെ വിഷയത്തിന് എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല? നമുക്ക് അത്രമാത്രം വിശ്വാസമില്ല.
നമ്മുടെ ജീവിതത്തിൽ ഈ ദാനിയേൽ വന്നതുപോലെ ഒരു ശോധന വന്ന് നമ്മൾ ചെയ്യുമോ? നമ്മൾ സന്തോഷിക്കുമോ? 30 ദിവസം പ്രാർത്ഥിക്കേണ്ട ജാളി, നമുക്ക് ഇഷ്ടത്തിന് നമ്മൾ എവിടെയെങ്കിലും പോകാം, ടൂർ പോകാം, നമ്മൾ സന്തോഷമായിരിക്കാം, രാജാവിന്റെ കൽപ്പനയല്ലേ, നമ്മൾ 30 ദിവസം കഴിഞ്ഞിട്ട് അപ്പുറം പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മളെല്ലാവരും മിടുക്കന്മാരെല്ലാവരും അങ്ങനെ തീരുമാനിക്കത്തുള്ളൂ. പക്ഷേ ഇവൻ അങ്ങനല്ല. ഇവൻ പ്രാർത്ഥനയുടെ സന്തോഷം, അതിനകത്തിരിക്കുന്ന അതിൻ്റെ കഴമ്പ്, അതിനകത്തിരിക്കുന്ന അതിൻ്റെ മാധുര്യത്തെ രുചിച്ചവനാണ് ഈ ദാനിയേൽ. ഈ പ്രാർത്ഥന ഇല്ലെങ്കിൽ ദാനിയേൽ ഇല്ല. അവൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. അവൻ്റെ മിടുക്കോ അവൻ്റെ വിദ്യാഭ്യാസമോ അവൻ്റെ ശരീരമോ ഒന്നുമല്ല അവനെ കൊണ്ട്. ഈ പ്രാർത്ഥനയാണ് ഇത്രമാത്രം അവനെ ശക്തീകരിച്ച് ഉയർത്തിയിരിക്കുന്നത്. അവന് മാത്രമേ അറിയത്തുള്ളൂ, മറ്റുള്ളവർക്ക് അത് അറിയത്തില്ല. അതുകൊണ്ടാണ് അമാര് ഈ കുറ്റം കണ്ടുപിടിക്കാൻ കാരണം. എന്തോ അവസാനം പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, തിരുമനസ്സുകൊണ്ട് എഴുതിച്ച വിരോധ കൽപ്പനയാകട്ടെ. കർത്തൃക്ക് സ്തോത്രം അവിടെ പറയുന്ന കണ്ടോ? ദൈവത്തിന് സ്തോത്രം. യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയാകട്ടെ, തിരുമനസ്സുകൊണ്ട് എഴുതിച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ പ്രാർത്ഥിക്കുന്നതിന്. എന്തിനാ ഇത് കൂട്ടാക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു എന്ന് ഉണർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം, ഉണർത്തിച്ചു. അടുത്ത ദിവസം നമ്മൾ കാണാൻ പോവാ ദാനിയേൽ എന്ത് സംഭവിച്ചു, അവന്മാർക്ക് എന്ത് സംഭവിച്ചു. ഒന്ന് മാത്രം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ദൈവസന്നിധാനത്തിൽ ആത്മാർത്ഥമായി നിന്ന് ദൈവത്തെ വിളിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ, ആത്മാർത്ഥമായി ജീവിക്കുന്നവർ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നവർ, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവർ. എൻ്റെ ദൈവമല്ലാതെ ഈ ലോകത്തിൽ എനിക്ക് അഭയമില്ല, ആശ്രയമില്ല, എൻ്റെ ദൈവമാണ് എനിക്കെല്ലാം എന്നുള്ള ആ തീരുമാനത്തോട്, ആ ബോധ്യതയോട് തെളിഞ്ഞോരായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെയും ഈ ലോകത്തിന്റെ ഒരു ശക്തിയും തകർക്കാൻ പറ്റത്തില്ല. തകർക്കാൻ വരുന്നവന്മാർ തകർന്നു പോകുമെന്നല്ല, അല്ലാതെ പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. ഇത് നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഈ വേദപുസ്തകത്തിൽ ഇതാണ് എഴുതി വച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവൻ, എങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ? ആത്മാർത്ഥമായി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം കേൾക്കുന്ന പ്രാർത്ഥന, ദൈവം അംഗീകരിക്കുന്ന, ദൈവം സ്വീകരിക്കുന്ന, ദൈവം ഏറ്റെടുക്കുന്ന, സ്വർഗത്തിൽ പോയി ചേരുന്ന പ്രാർത്ഥന ഉള്ള കുഞ്ഞുങ്ങളെ ഈ ലോകത്തിലെ ഒരു രോഗമോ ഒരു മരണമോ ഒരു വാളോ ഒരു രാജാവോ ഒരു ദേശത്തിലുള്ള ഭരണകൂടങ്ങളോ ഒരു റൗഡിയോ ഒരുത്തനും ഒന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പ്രാർത്ഥിക്കുന്നവനോട് കൂടെ ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവനോട് കൂടെ ദൈവമുണ്ട്. അവൻ എവിടെ കിടന്നാലും, അവൻ കാരാഗ്രഹത്തിൽ കിടന്നാലും അവിടെ ദൈവമുണ്ട്. സിംഹത്തിന്റെ കുഴി കിടന്നാലും അവിടെ ദൈവമുണ്ട്. തീച്ചൂളയിൽ കിടന്നാലും ദൈവമുണ്ട്. മീൻ്റെ വയറ്റിൽ കിടന്നാലും അവിടെ ദൈവമുണ്ട്. നീ എവിടെ കിടന്നാലും പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവമുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥനയൊന്ന് പുതുപ്പിക്കുക. പ്രാർത്ഥനയ്ക്കുള്ള സമയങ്ങളെ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയെല്ലാം കൊണ്ട് കട്ടിലോട്ട് പോയിരുന്നുകൊണ്ട് കാലം കൊണ്ട് ഇത് നമ്മൾ മുട്ടുമടക്കാൻ നമുക്കിപ്പോൾ നാണക്കേടല്ലേ, ഒന്ന് മുട്ടൊന്നും മടക്കത്തൊന്നുമില്ല. അങ്ങനെ അങ്ങോട്ടിരുന്നല്ലേ സാറിലോട്ടിരുന്ന് AC എല്ലാം അങ്ങോട്ടിട്ട് ഒരല്പസമയം ഒരു പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരുടെ കുടുംബത്തിലും ഒരു ചടങ്ങ് പോലെ ഒരു കുടുംബ പ്രാർത്ഥനയുണ്ട്. സ്വർഗം കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥന സ്വർഗത്തിലോട്ട് പോകുന്നുണ്ടോ? ഞാൻ ആരെയും കുറ്റം പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ച് എനിക്കൊരു കുഴപ്പമില്ല. ഞാനിത് പറയാൻ വേണ്ടിയായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നിങ്ങൾ നന്നാകണം, നിങ്ങളുടെ തലമുറ നന്നാകണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നാകണം. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നവന് പരീക്ഷയില്ലേ? ഉണ്ട്. ദാനിയേൽ പ്രാർത്ഥിക്കുന്നവൻ ആയതുകൊണ്ടാണ് ഈ വലിയ പരീക്ഷ വന്നിരിക്കുന്നത്. പക്ഷെ അവനെ പാസ്സാകത്തുള്ളൂ, മറ്റവന്മാർ പാസ്സാകത്തില്ല. അപ്പോൾ പ്രാർത്ഥിക്കുന്നവന് പരീക്ഷയില്ലെന്ന് പറയരുത്. ചിലർ പറയുന്നത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല പാസ്റ്റർ, പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്, ബൈബിൾ എടുത്ത് വായിച്ചാൽ ഭയങ്കര പോരാട്ടം, വീട്ടിൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കെങ്കിൽ തൊലഞ്ഞു, ജീവിതത്തിൽ ഭയങ്കര പോരാട്ടം പാസ്റ്റർ, അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. വേദപുസ്തകമായി ഇത് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ്. അവൻ നിങ്ങളെ വശീകരിച്ചു വെച്ചിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്തെല്ലാം സ്വർഗം ഉണ്ടായിരിക്കും. സ്വർഗത്തിലെ അപ്പച്ചൻ നിങ്ങളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്നുള്ള അവന് ബോധ്യമായി നന്നായിട്ട് അറിയാം, നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ബുദ്ധിപൂർവമായി ദൈവസന്നിധാനത്തിൽ ലോകം മുഴുവൻ ഇളകി വന്നാലും, ലോകക്കാരെല്ലാം നിങ്ങൾക്ക് മേലെ പടയെടുത്തു വന്നാലും നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത്. ദൈവം നിങ്ങളെ അത്ഭുതകരമായി നടത്തും, അതിശയമായി നടത്തും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഒരു പ്രാവശ്യം കൂടി ഈ 1164 ദിവസം നിന്റെ പാദത്തിൽ വരുവാൻ, ഒന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങൾ കൃപ തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിനായി ഞങ്ങൾ വായിച്ച ആ വാക്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉത്തരങ്ങളെ ചിന്തിപ്പിക്കട്ടെ. ദൈവമേ, പ്രാർത്ഥന ഇതേ കേൾക്കുന്നവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് അധികരിക്കട്ടെ. പ്രാർത്ഥനയുടെ സ്റ്റൈലൊന്ന് മാറട്ടെ, പ്രാർത്ഥനയുടെ സമയങ്ങളൊന്ന് മാറട്ടെ. അധിക സമയം ദൈവത്തോട് അടുത്തിരിക്കുവാൻ, മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ നോക്കി കരയുവാൻ, ദൈവത്തിങ്കിലേക്ക് ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തുവാൻ എൻ്റെ ദൈവം നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് യേശു
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ഒരുത്തർക്കും ഒരു ആപത്തോ അനർത്ഥങ്ങളോ വേദനയോ കണ്ണുനീരോ വരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത്. അത്ഭുതത്തിന്റെ കരം, അതിശയത്തിന്റെ കരം, വിടുതലിന്റെ കരം, കർത്താവെ രക്ഷയുടെ കരം, ആശ്വാസത്തിന്റെ കരം, സൗഖ്യത്തിന്റെ കരം, ആമീൻ കർത്താവേ സ്തോത്രം, എല്ലാ മഹത്വത്തിന്റെ കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി ഇറങ്ങി വരട്ടെ. വെച്ച പ്രാർത്ഥനയില്ലാത്ത ഭവനത്തിലെല്ലാം പ്രാർത്ഥന ആരംഭിക്കട്ടെ. പ്രാർത്ഥനയില്ലാത്ത വ്യക്തി ജീവിതങ്ങളിൽ പ്രാർത്ഥന ആരംഭിക്കട്ടെ. ദാനിയേലെ കണ്ട് പഠിക്കട്ടെ. ദാനിയേലെ കണ്ടത് മനസ്സിലാക്കട്ടെ. ദാനിയേൽ ഞങ്ങൾക്കൊരു ഒരു ട്യൂഷൻ വാദ്യാർ പോലെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്ന വെച്ച ഇത് ഞങ്ങൾക്ക് പാസ്സാകണം, ഞങ്ങളിത് ഏറ്റെടുക്കണം, ഞങ്ങളിത് അംഗീകരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലും ഇത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. ആ കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുകയാണ്. ദൈവമേ, ഞങ്ങളെ കൈവിടരുത്, ഞങ്ങളെ തള്ളിക്കളയരുത്. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ശക്തി തരണം. ഞങ്ങളുടെ മുഴങ്കാലെ ഒന്ന് ബലപ്പെടുത്തണം. ഞങ്ങളുടെ മുട്ടയിലിരിക്കുന്ന എല്ലാ വേദനകളും ഒന്ന് മാറ്റണം. മുട്ടുമടക്കി നിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണം. ഒരു വിധത്തിൽ ഞങ്ങൾ ക്ഷീണിതരാകുവാൻ തളർന്നു പോകുവാൻ ദൈവം സമ്മതിക്കരുത്. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം തടസ്സങ്ങളായിരിക്കുന്നു, ഏതെല്ലാം മുന്നോട്ട് പോകാനൊക്കെ കർത്താവെ കഴിയാതെ വണ്ണം അതേ മതിൽ ചുവരുകളായിരിക്കുന്നു, തടസ്സങ്ങളായിരിക്കുന്നു, ഏതെല്ലാം ഡോറുകൾ അടഞ്ഞിരിക്കുന്നതോ, എവിടെല്ലാം നിന്റെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ആശ്വാസമില്ലാതെ കലങ്ങി കരയുന്നു, അവർക്കെല്ലാം ഒരു വിടുതൽ ഉണ്ടാകട്ടെ. പച്ച ഈ പ്രാർത്ഥന പോയി ചേർന്നിടത്തുള്ള ആശ്വാസം, സന്തോഷം, സമാധാനം, ഒരു ധൈര്യം, ബലൻ, സുഖം നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ. ദീർഘായുസ് ഉണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ. അവരവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം സ്വർഗത്തിലെ അപ്പച്ചൻ അവർക്ക് വഴികളെ തുറന്നു കൊടുക്കണമേ. തടസ്സങ്ങളെല്ലാം മാറ്റണമേ. ജോലിയോടുള്ള ബന്ധത്തില്, പഠനത്തോടുള്ള ബന്ധത്തില്, കുടുംബ ജീവിതത്തിലെ, ശുശ്രൂഷയിലെ, ജോലികളിലെ, ബിസിനസ്സിലെ, നിന്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കൃഷികളിലെ, നിന്റെ കുഞ്ഞുങ്ങൾ ഏതെല്ലാം ചെയ്യുന്നു അവിടെ എല്ലാം ദൈവത്തിന്റെ കരം ഒന്നിരിക്കണമെന്ന് അപ്പച്ചന്റെ നാമത്തെ പ്രാർത്ഥിക്കുക. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം, ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം, ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം, ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. അപ്പച്ച, നിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ, നിന്റെ ശക്തി ഒന്ന് വെളിപ്പെടുത്തണമേ, നിന്റെ ദിവ്യ കരം ഒന്ന് നീട്ടണമേ. ആശ്വാസത്തിന്റെ കരം ഓരോരുത്തരുടെ ജീവിതത്തിലും നീട്ടണമേ. അവരെ അനുഭവിക്കാനുള്ള കൃപ കൊടുക്കണമേ, അവരെ ശക്തീകരിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ വലിയ കരം, വലിയത് നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് അപ്പച്ചന്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കണം. ഒരുത്തർക്കും ഒരു ക്ഷീണമോ തളർച്ചയോ വേദനയോ കണ്ണുനീരോ വന്ന് നിന്റെ കുഞ്ഞുങ്ങൾ തകരുവാൻ, നശിക്കുവാൻ, നഷ്ടപ്പെട്ടു പോകുവാൻ, കൈവിട്ടു പോകുവാൻ പിശാചിന്റെ കയ്യിൽ എടുക്കുന്ന ഒരു ആയുധമായി മാറാതെ നിന്റെ കരങ്ങളിലിരിക്കുന്ന പാത്രങ്ങളായി മാറ്റണമെന്ന് അപ്പച്ചന്റെ നാമത്തെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദാനിയേലിക്ക് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞ് ഇത്രമാത്രം തടസ്സങ്ങൾ വന്നപ്പോഴും, ഇത്രയും പ്രതിസന്ധികൾ വന്നപ്പോഴും, കർത്താവെ, നാട്ടുകാരും വീട്ടുകാരും അതേ രാജ്യങ്ങളും രാഷ്ട്രീയങ്ങളെല്ലാം അവനക്ക് വിരോധമായി എഴുതിയപ്പോഴും, രാജാവിന്റെ കൽപ്പനകളോടെ പുറപ്പെടുവിച്ചപ്പോഴും, രാജാവിന്റെ ഒപ്പിട്ട പത്രം അവൻ വായിച്ചപ്പോഴും, ഏതെല്ലാം വന്നാലും സിംഹത്തിന്റെ കുഴി റെഡിയായിരിക്കുന്നു, അവനെ തിന്നാനുള്ള കൊല്ലാനുള്ളതെല്ലാം റെഡിയായിരിക്കുന്നു, അവന്റെ ജീവിതം അവസാനിക്കുന്നു. ചിലപ്പോൾ ഇത് അവസാനത്തെ പ്രാർത്ഥന പോലെ ആയിരിക്കും അവന്റെ ജീവിതത്തിൽ. ആണാലും പ്രാർത്ഥന നിർത്താതെ, ഞാൻ മരിച്ചു പോയാലും, സിംഹം എന്നെ കീറിക്കളഞ്ഞാലും, എൻ്റെ ജീവിതം നശിച്ചാലും ഞാൻ അന്ത്യത്തോളം പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥന ഞാൻ വിടത്തില്ല. ഈ 3 പ്രാവശ്യമുള്ള പ്രാർത്ഥന ഞാൻ നിർത്തത്തില്ല. ഇത് ഞാൻ ചുരുക്കത്തില്ല, ഇത് ഞാൻ അങ്ങോട്ട് മാറ്റിവെക്കത്തില്ല. ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഞാൻ മുട്ടുമടക്കും, ഞാൻ കരയും, ഞാൻ പ്രാർത്ഥിക്കും. ഇതെന്റെ ദൈവം എനിക്ക് തന്ന ഉത്തരവാദിത്വമാണ്. ഈ പ്രാർത്ഥനയാണ് എന്നെ ലീഡ് ചെയ്ത് ഇത്രത്തോളം കൊണ്ട് നിർത്തിയിരിക്കുന്നത്, എന്നെ ഉയർത്തിയിരിക്കുന്നത്, എനിക്ക് ഈ ബുദ്ധി തന്നത്, എനിക്കൊരു വിശേഷ അഭിഷേകം തന്നത് ഈ പ്രാർത്ഥനയാണ് എന്നുള്ള ബോധ്യത അവന്റെ ജീവിതത്തിൽ ഇരുന്നതുപോലെ ഞങ്ങൾക്കും ആ ചിന്ത തരണമേ, ഞങ്ങൾക്കും ആ ബോധ്യത തരണമേ. ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തണമേ, ഞങ്ങളെ ഒന്ന് പരിപാലിക്കണമേ, ഞങ്ങളെ ഒന്ന് സൂക്ഷിക്കണമേ. ഈ ജപചിന്ത ഞങ്ങളുടെ രക്തത്തോടൊന്ന് കലന്നു വരട്ടെ. പച്ച എല്ലാവരുടെ ജീവിതത്തിലും കർത്താവേ സ്തോത്രം, അവർ മനസ്സാക്ഷി ഒന്ന് നോക്കട്ടെ. കർത്താവ്, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ വേദപുസ്തകം വായിക്കുന്നു, എങ്ങനെ കർത്താവിന് വേണ്ടി ഓടുന്നു ഒന്ന് നോക്കട്ടെ. പച്ച നിറയെ ദൈവദാസന്മാർ കർത്താവിന് സ്തോത്രം, തങ്ങളുടെ ശരീരത്തിൽ ഒരു ക്ഷീണം വരരുത്, ഒരു രോഗം വരരുത്. ശബ്ദമായിട്ട് പ്രസംഗിക്കുവോ, ഒത്തിരി നേരം പ്രാർത്ഥിക്കുവോ, ഒത്തിരി നേരം പാട്ട് പാടുവോ, ഒത്തിരി നേരം ദൈവത്തെ ആരാധിച്ചാൽ ക്ഷീണം ഉണ്ടാകും, തളർച്ച ഉണ്ടാകും. കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കണം, കറക്റ്റ് സമയത്ത് ഉറങ്ങണം, കറക്റ്റ് സമയത്ത് മരുന്ന് കഴിക്കണം, കറക്റ്റ് സമയത്ത് ഡോക്ടറെ കാണണം. ഇങ്ങനെ ഇരിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്, ദൈവകുഞ്ഞുങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റമായി പറയുന്നില്ല. ദയവ് ചെയ്ത് പ്ലീസ് പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം, പ്രാർത്ഥനയ്ക്ക് സമയത്തെ ഒരുക്കണം. പ്രാർത്ഥന സ്വർഗത്തിൽ പോയി ചേരണം. സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മുടെ കൂടെ. ഞാൻ ഒന്ന് പറയട്ടെ, പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നതിനെ ഒരു നാളും കർത്താവ് തനിച്ചു വിടത്തില്ല. അവൻ ലജ്ജിക്കുന്നത് പോലെ തോന്നും. നാട്ടുകാരും വീട്ടുകാരും മക്കളും എല്ലാവരും അവനെ കൈവിടും, എല്ലാവരും അവനെ കാർക്കിച്ച് തുപ്പും, എല്ലാവരും അവൻ്റെ കുറ്റം കണ്ടുപിടിക്കും, എല്ലാവരും അവൻ്റെ മുഖത്തോട്ട് കല്ല് വലിച്ചെറിയും.
ആണാലും സ്തേഫാനോസ് ചെയ്തതുപോലെ മരിക്കും വരയ്ക്കും മുട്ട നിന്നുകൊണ്ട് മരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ കർത്താവെ. പ്രാർത്ഥിച്ചുകൊണ്ടൊരു ജീവൻ വിടാനുള്ള കൃപ എനിക്ക് തരണമേ. അങ്ങനെ നമ്മൾ ഈ ദിവസങ്ങളിൽ കരയണം, ദൈവത്തോട് ചോദിക്കണം. കർത്താവ് നമുക്ക് ആ കൃപ തരും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സന്തതി, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും, നമ്മുടെ ഭവനത്തിൽ അത്ഭുതം നടക്കും, നമ്മുടെ ശുശ്രൂഷയിൽ അത്ഭുതം. നിങ്ങൾ എന്തൊക്കെ തൊഴിൽ ചെയ്യുന്നോ, ഏതെല്ലാം ജോലി ചെയ്യുന്നോ, ഏതെല്ലാം ബിസിനസ് ഏത് നിങ്ങൾ തൊടുന്നോ, അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. പക്ഷേ പ്രാർത്ഥന കൂടെ ഇരിക്കണം. പ്രാർത്ഥനയ്ക്ക് ഒരു ഭംഗവും വരുത്തരുത്, പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സം വരുത്തരുത്. കടമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. കടമയ്ക്ക് വേണ്ടി ഒരു പാരമ്പര്യമായിട്ടുള്ള പ്രാർത്ഥന, രാവിലെ എഴുന്നേറ്റ് 2 വാക്ക്, വൈകുന്നേരം കിടക്കാതെ 2 വാക്ക്, ഇതല്ല പ്രാർത്ഥന. സ്വർഗം ഏറ്റെടുക്കുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വേണം. നിശ്ചയമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ആലോചന, ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ മറുപടി പറയാണ്, ഈ 6-ാം അധ്യായം അവസാനിക്കുന്ന മുന്നേ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നയ്ക്കും ദൈവം പരിഹാരം തരും. ഈ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും, ഞാൻ വിശ്വസിക്കുന്നു, ആത്മാർത്ഥത ഉള്ളവർ, ദൈവസ്നേഹം ഉള്ളവർ, നിങ്ങൾ സാക്ഷ്യം വിളിച്ച് പറയും, പാസ്റ്ററെ ഇത് ഞങ്ങൾ എന്തൊക്കെയോ ചിന്തിച്ചു, പാസ്റ്റർക്ക് ഏതോ പ്രോബ്ലം എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്, ഏതോ ഭ്രാന്തെന്ന ചിന്ത ഇല്ല. ഇത് നിങ്ങൾ കണ്ടിന്യൂ ഒരു അധ്യായത്തെ എടുത്ത് ഞങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ വാക്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ബലപ്പെടുത്തി വന്നപ്പോൾ ഞങ്ങൾക്ക് ദേഷ്യമായിരുന്നെങ്കിലും ഇതിൻ്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ പാസ്റ്ററെ ആരെയും കൊണ്ട് പരിഹരിക്കാൻ മുടിയാത്തത് എനിക്ക് പരിഹരിച്ച് കിട്ടി പാസ്റ്ററെ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൈവിട്ടു പോയത് എൻ്റെ കയ്യിൽ വന്ന് പാസ്റ്ററെ. എനിക്കൊരു പ്രത്യാശയില്ലായിരുന്നു ഇതെനിക്ക് ലഭിക്കും, എനിക്ക് വിടുതൽ ലഭിക്കുമെന്ന് എനിക്ക് പ്രത്യാശയില്ലായിരുന്നു. പക്ഷേ ഇതങ്ങോട്ട് അവസാനിച്ചപ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ജീവനുള്ള സാക്ഷി നിങ്ങൾ വിളിച്ചു പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിളിച്ചു പറയും, നിങ്ങളും അതുപോലെ വിളിച്ചു പറയും. ദൈവം അത് ചെയ്യും. ഓക്കെ, കർത്താവ് ഈ പ്രാർത്ഥനയായി സ്തോത്രം. ദൈവം എൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഇത് നിമിത്തമുള്ള സകല മഹത്വവും തിരുമേനിക്ക് അടിനെ താഴ്ത്തുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിശ്ചയം നിങ്ങളെ അനുഗ്രഹിക്കും, ആശ്വസിപ്പിക്കും, ബലപ്പെടുത്തും. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.